ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഇച്ചിരി മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ പോവാണ്. അത് ഇന്നലെ മാങ്ങ അരിഞ്ഞ് ഞുറുക്കിയത് ഉപ്പിനകത്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കത് തയ്യാറാക്കാം. സ്റ്റവ് കത്തിച്ച് ചീഞ്ചട്ടി വെച്ചു. നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ ഈ ഒരു കപ്പിന് അരക്കപ്പ് നല്ലെണ്ണ എടുക്കുകയാണ്. അപ്പം അത് ഒഴിച്ചു കൊടുക്കും. നല്ലെണ്ണ ചൂടായി വരുന്ന നമുക്കതിലോട്ട് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം. കായം ഒന്ന് നന്നായിട്ട് മൊരിച്ചിട്ട് അത് പൊടിച്ച് വേണം ഇടാൻ. ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. നമുക്കൊരു 5-6 ഇല്ലി വെളുത്തുള്ളി പൊളിച്ചതാണ്, ചെറുതായിട്ട് ഞുറുക്കി അതിട്ട് കൊടുക്കാം. ചെറിയൊരു തൊണ്ട് ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് ചെയ്യുന്നത് കൊണ്ട് നല്ലെണ്ണ ഒഴിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് നിൽക്കും. അച്ചാറുകളൊക്കെ നല്ല എണ്ണയ്ക്കകത്ത് ചെയ്യാനാണ് നല്ലത്. ഒരു 3 കഷ്ണം ഉണക്കമുളക് ഞുള്ളിയിടാം. നമുക്ക് ഈ കായ കഷ്ണം മൊരിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിന് കോരിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്കതിനകത്തോട്ട് കറിവേപ്പില ഇടാം. ഒരു 3 കണ്ട് കറിവേപ്പില ഇടാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. എരിവില്ലാത്ത മുളക് പൊടി. നമുക്ക് മുളക് പൊടി ഒരുപാട് മൂക്കണ്ട. നമുക്ക് എടുത്ത് വെച്ച മാങ്ങ ഉപ്പിനകത്തിട്ട് വെച്ച വെള്ളമാണ്, അത് ഊറ്റിയെടുത്തതാണ്, കുറച്ചെടുത്ത്. മാങ്ങയ്ക്ക് വലിയ പുളിയില്ല, അതുകൊണ്ടാണ് ആ വെള്ളം നമ്മൾ ഉപയോഗിക്കാനെടുത്തത്.
നമ്മുടെ കായം നമ്മൾ ഒരിച്ച് വെച്ചിരുന്ന കായമാണ്, നമുക്കത് അതിലോട്ട് പൊടിച്ചിടാം. നമ്മുടെ സ്റ്റൗ നിർത്തി വയ്ക്കാൻ നമ്മൾ അതിലോട്ട് ചെറു ചൂടിനകത്തോട്ട് ഈ മാങ്ങ അരിഞ്ഞതിടാം. നമ്മുടെ അച്ചാറിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പൊടിയും കൂടി ഇടുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇട്ടാൽ മതി.